സുന്ദർപൂർ ഗ്രാമത്തിൽ 2 സഹോദരികൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് സീത പിന്നെ ഗീത. രണ്ടുപേരുടെ സ്വഭാവവും രൂപവും വ്യത്യസ്തമാണ്. സീത വളരെ ശാന്തയും മര്യാദക്കാരിയും അധ്വാനിയുമാണ്. പക്ഷെ അതേസമയം ഗീത തന്റെ ഭംഗി കൊണ്ട് എല്ലാവരുടെ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കും. പക്ഷെ അവൾ അഹങ്കാരിയും തന്നെ പുകഴ്ത്തുന്നവളുമാണ്. സീത വീട്ടിലെ ജോലികളെല്ലാം വളരെ ആഗ്രഹത്തോടു കൂടിയും സ്നേഹത്തോടെയും ചെയ്യും. പക്ഷെ ഗീത അവൾ സുന്ദരിയായതുകൊണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യാതിരിക്കാൻ ആകുന്നത്ര ശ്രമിക്കും. അവൾക്ക് ഒരുപാട് ഭംഗിയുള്ളത് കൊണ്ട് അവൾ ഒരുപാട് അഹങ്കരിക്കും. ഗീത, വീട് വൃത്തിയാക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനോ? അതും വൃത്തിയാക്കാനോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? വീട്ടു ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാനാവില്ല. അത് കാരണം എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടേക്കാം. നീ അത്ര സുന്ദരിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ ഈ പണിയൊക്കെ ചെയ്താൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഈ ഭംഗി ഒരു ദിവസം നഷ്ടപ്പെടും ഗീതേ. പക്ഷേ കഠിന അധ്വാനവും സത്യസന്ധതയും എപ്പോഴും ഉണ്ടാകും. എനിക്ക് സന്തോഷിക്കാൻ സൗന്ദര്യം ആവശ്യമില്ല. എന്റെ ഈ സൗന്ദര്യത്തിൽ തന്നെ ഞാൻ സന്തോഷവതിയായിരിക്കുകയാണ്. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല സീത. നീ സന്തോഷവതിയാണെങ്കിൽ പിന്നെ പണിയെടുക്കാൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? നീ ഈ പണികളൊക്കെ നീയും പഠിച്ചിരിക്കാൻ വേണ്ടിയാണ്. ദേ നോക്ക്, ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? ഒരു ദിവസം ഒരു ആഘോഷം നടക്കുമ്പോൾ മത്സരത്തിനുള്ള അറിയിപ്പ് നൽകി. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും സന്തോഷമായ കാര്യമാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഒരു വലിയ സൗന്ദര്യ മത്സരം നടക്കാൻ പോവുകയാണ്. കൊള്ളാമല്ലോ, ഇത് നല്ല കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഈ മത്സരത്തിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി സിറ്റിയിലുള്ള ഫേമസ് ആണ് ഹീറോ രാജേഷ് കുമാർ വരാൻ പോവുകയാണ്. അടിപൊളി, അത്ഭുതം. ഏ സ്ത്രീയാണ് മത്സരത്തിൽ വിജയിക്കുന്നു, ആ സ്ത്രീക്ക് രാജേഷ് കുമാറിനോട് അവരുടെ ഫിലിമിൽ ജോലി ചെയ്യുന്ന അവകാശം കിട്ടാൻ പോവുകയാണ്. ഇത് കേട്ടതും എല്ലാ പെണ്ണുങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. പക്ഷേ ഗീത, തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവൾ, എല്ലാരെക്കാളും കൂടുതൽ സന്തോഷിക്കാൻ തുടങ്ങി. അവൾ ഈ മത്സരത്തിൽ ചേരാൻ തന്നെ തീരുമാനിച്ചു. ഈ മത്സരത്തിൽ ജയിച്ച് തന്റെ ഭംഗിയെ നിലനിർത്തണമെന്ന് ശ്രമിച്ചു. പിന്നെ രാജേഷ് കുമാറിനോടൊപ്പം ജോലി ചെയ്യാനും ആഗ്രഹിച്ചു. പക്ഷെ ഗീതയുടെ ഈ സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അതായത് സീതയും ഇതിൽ ചേരുന്നു എന്ന് അറിഞ്ഞതും തന്നെ. കൊള്ളാലോ നീ, നിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഭംഗിയുമില്ല, സൗന്ദര്യവുമില്ല, പക്ഷെ മത്സരത്തിൽ ചേരുന്നു. ഗീത, നീ നിന്റെ അനിയത്തിയോട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? പേരെന്തു പറയാനാച്ചാ? ഈ മത്സരത്തിൽ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇതിൽ ജയിച്ചാൽ രാജേഷ് കുമാറിനോടൊപ്പം എനിക്ക് ജോലി ചെയ്യാനാകും. ആ, ഇതിലെ വിഷയം എന്താണ്? ഈ സീതയുണ്ടല്ലോ, അവൾ മനഃപൂർവ്വം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു. എനിക്ക് നല്ലത് നടക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലല്ലോ. തീർച്ചയായും ഇവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ അവിടെ തോൽപ്പിക്കും. ഗീത, എല്ലാവരോടും കോപപ്പെടുന്നത് നിന്റെ സ്വഭാവമാണ്, സീതേണ്ടതല്ല. ഒരുപക്ഷെ നിന്റെ സൗന്ദര്യത്തിൽ നിനക്ക് പൂർത്തി വിശ്വാസമുണ്ടെങ്കിൽ, സീത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ എന്താ പ്രശ്നം? ഇനി ഈ വിഷയം കുറിച്ച് അവരും സംസാരിക്കണ്ട. ഇനി മുതൽ നീ നിന്റെ അനിയത്തിനോട് ഇങ്ങനെ സംസാരിക്കരുത്, മനസ്സിലായോ? രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ദേഷ്യം അവരുടെ അച്ഛൻ ഇപ്പോഴത്തേക്ക് മാറ്റി. രണ്ടുപേരും തയ്യാറെടുപ്പുകളോടുകൂടി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അവിടെ ആദ്യത്തെ ദിവസം നടക്കാൻ പോകുന്ന മത്സരം എന്താണെന്നാൽ കുക്കിംഗ് കോമ്പറ്റീഷൻ നടന്നു. ഗീത, എപ്പോഴും തന്റെ സൗന്ദര്യത്തിൽ ശ്രദ്ധിച്ചവൾ ഇന്ന് ആദ്യമായാണ് കിച്ചണിൽ നിൽക്കുന്നത്. ഇപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ സീത, എപ്പോഴും വീട്ടുജോലി ചെയ്യുന്നവൾ, വളരെ വിശ്വാസത്തോടെ അവളുടെ പണി ചെയ്തു. അയ്യോ ദൈവമേ, ഇവിടെ ഒരുപാട് കഴിവുള്ള മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടല്ലോ. ഞാനിതുവരെ കിച്ചണിൽ ജോലി ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യും? അവിടെ കുക്കിംഗ് കോമ്പറ്റീഷൻ തുടങ്ങിയതും തന്നെ ഗീതയ്ക്ക് തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അവൾ എല്ലാവരുടെ മുൻപിലും വളരെ പേടിച്ചിരുന്നു. പക്ഷേ മറുവശത്ത് സീത സാധാരണ പാചക രീതിയിൽ വളരെ ശാന്തമായി തന്റെ പണി ചെയ്യാൻ തുടങ്ങി. ഗീത തിടുക്കത്തിൽ വേഗം തന്റെ പാചകം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് നന്നായി പാചകം ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഫൈനലൈസിംഗ് വന്നപ്പോൾ സീതയുടെ ആഹാരം എല്ലാവരുടെ മനസ്സിനും ഇഷ്ടമായി. സോ ഫ്രണ്ട്സ്, ഞാൻ മുൻപ് തന്നെ പറയുന്നു, മത്സരത്തിലുള്ള എല്ലാവരും നന്നായിട്ട് ഭോജനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് റൗണ്ടിൻ്റെ വിന്നർ മിസ് സീത. ക്ലാപ്പ് ചെയ്യൂ. അടിപൊളി, കൊള്ളാമല്ലോ.
സീതയുടെ പേര് കേട്ടതും ഗീതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ആക്ച്വലി അവൾ എന്തിനാണോ പേടിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അവൾ തോൽവി സമ്മതിച്ചില്ല. അവൾ അടുത്ത ദിവസം മത്സരത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാനായി ശ്രമിച്ചു. മത്സരത്തിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവൾ ക്ഷീണിച്ചു. വീട്ടിലേക്ക് ചെന്നതും അവൾ ശാന്തമായി കിടന്നുറങ്ങി. മത്സരത്തിന്റെ അടുത്ത ദിവസം ആരംഭമായി. മത്സരാർത്ഥികളൊക്കെ വളരെ ആഗ്രഹത്തോടെയായിരുന്നു. പക്ഷേ ഗീത ഇന്നും പേടിയോടെ തന്നെ ആയിരുന്നു. മുൻപത്തെ ദിവസം രാത്രി ഗീത തന്റെ ഏർപ്പാടുകൾ ചെയ്യാൻ മറന്നുപോയി. നേരത്തെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ അത് വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പേടിച്ച് എന്താ പ്രയോജനം? ഉറങ്ങുന്നതിന് മുൻപ് ഓർമ്മിക്കേണ്ടതായിരുന്നു. നേരാണ്, സീത പറഞ്ഞത് കേട്ട് എല്ലാം തന്നെ ഞാൻ പഠിക്കേണ്ടതായിരുന്നു. ഗീത തന്റെ തെറ്റ് മനസ്സിലാക്കി തന്നെ തന്നെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീത അവൾ സംസാരിച്ചതെല്ലാം കേട്ടത്. ചേച്ചി, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഞാൻ ശരിക്കും ഒരു ഏർപ്പാടും ചെയ്തില്ല. പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഗീതേ. ഞാൻ മുഖ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നീ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എല്ലാം നല്ലതായി തീരും. സീത ഗീതയ്ക്ക് ചില ഡിസൈൻസും പിന്നെ തയ്ക്കാനുള്ള ടിപ്സും പറഞ്ഞു. ഗീത അത് നന്നായി ശ്രദ്ധിച്ചു കേട്ടു. തന്റെ വിഷമങ്ങൾ മറക്കാനായി അവൾ ശ്രമിച്ചു. മത്സരം തുടങ്ങി. മത്സരാർത്ഥികളെല്ലാം അവരവരുടെ തുണിയെടുത്ത് പണി ചെയ്യാൻ തുടങ്ങി. ആ മത്സരം നടന്നുകൊണ്ടിരുന്നു. ഗീത നോക്കിയപ്പോൾ സീത തച്ചുകൊണ്ടിരുന്നത് വളരെ വ്യത്യസ്തമായി തോന്നി. എങ്ങനെയായിരുന്നെന്നാൽ ആ ഡ്രസ്സിന് താനെ ഒരു ഡിസൈൻ വന്നുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് ഗീതയുടെ വിഷമം വീണ്ടും അധികമായി. ചേച്ചി, എന്താണിത്? നിന്റെ തയ്യൽ ഇത്ര പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഗീതേ, നിന്റെ പണിയിൽ ശ്രദ്ധിക്ക്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരിക്കലും ചോദിക്കരുത്. മത്സരം അവസാനിച്ചു. ആ മത്സരത്തിന്റെ ജഡ്ജ് രാജേഷ് കുമാർ മത്സരാർത്ഥികൾ തച്ച വസ്ത്രം ഒന്നൊന്നായി നോക്കി. ഇത്തവണ ഗീതയെ നോക്കി അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹത്തിന് അവളുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം സീതയുടെ ഡിസൈൻ കണ്ടതും അദ്ദേഹം അതിശയിച്ചു പോയി. കാരണം ആ ഡിസൈൻ വളരെ ഭംഗിയുള്ളതും അതിശയിപ്പിക്കുന്നതുമായിരുന്നു. എല്ലാരും ആ ഡിസൈനെ ശ്രദ്ധിച്ചു. ഫ്രണ്ട്സ്, മത്സരം ചൂടുപിടിക്കുന്നു. എല്ലാവരും അവരുടെ പണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റൗണ്ടിൻ്റെ വിന്നർ മിസ് സീത. പക്ഷെ ഗീതയുടെ മനസ്സിൽ അപ്പോഴും ചോദ്യങ്ങളുണ്ടായിരുന്നു. അവൾ രാത്രി സീതയോട് ചോദിച്ചു, സീതേ, സത്യം പറ, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? നീ മനഃപൂർവ്വമല്ലേ എനിക്ക് പഴയ ഡിസൈൻ പറഞ്ഞു തന്നെ? അതായത് നിനക്ക് ജയിക്കാൻ വേണ്ടി? എന്ത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്നെ തോൽപ്പിക്കാൻ വേറെന്തിന്? നീ വീണ്ടും തുടങ്ങിയോ? നിങ്ങൾ അല്ലെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നാളെ നോക്കിക്കോ. നാളെ തീർച്ചയായും ഞാൻ ജയിക്കും. നാളെ ഭംഗിക്കുള്ള റൗണ്ടാണ്. അതിൽ എന്നെ നിനക്ക് തോൽപ്പിക്കാനാവില്ല. നാളെ നമുക്ക് കാണാം. ഗീത എന്തെങ്കിലും ചെയ്ത് സീതയെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ സോഷ്യൽ മീഡിയയിൽ ബ്യൂട്ടി ടിപ്സ് തിരഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് മണിക്കൂർ തേടിയതിനു ശേഷം അവൾക്കൊരു വിനോദമായ ഒരു രഹസ്യമായ ടിപ്സ് ലഭിച്ചു. ചുവന്ന മുളക് മാസ്ക്. ആ പോസ്റ്ററിൽ കമന്റ് ഇട്ടിരുന്നു, ഇത് ഇട്ടത് ഉടൻ തന്നെ മുഖത്തിന്റെ തിളക്കം കൂടുമെന്ന്. ഇത് വളരെ അടിപൊളിയായ ടിപ്സ് ആണല്ലോ. ഇത് ഞാൻ മുഖത്തിലിട്ട് സീതയെ തീർച്ചയായും തോൽപ്പിക്കും. ഗീത ഒട്ടും തന്നെ ആലോചിക്കാതെ ആ മാസ്ക് തയ്യാറാക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവൾ മുളകുപൊടി, തേൻ, പിന്നെ പാലും ചേർത്ത് പേസ്റ്റ് തയ്യാറാക്കി. ആ പേസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ കണ്ണ് ചെറുതായി കാന്താൻ തുടങ്ങി. പക്ഷെ അവൾ അത് കൂട്ടാക്കിയതേ ഇല്ല. കുറച്ച് കാന്തിയാൽ എന്താ, ഒരുപക്ഷെ ഞാൻ ജയിച്ചാലോ? ഗീത ആ മാസ്ക് തന്റെ മുഖത്തിലിട്ടു. അവൾ ആ മാസ്ക് മുഖത്തിലിട്ടതും അവളുടെ മുഖം കത്തുന്നതുപോലെയും കാന്തുന്നതുപോലെയും തോന്നി. കുറച്ചു സമയത്തിനകം അവൾക്ക് ആ എരിവ് സഹിക്കാനായില്ല. അവൾ കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്നു. എന്താണിത്? എന്തിനാ എന്റെ മുഖമൊക്കെ കാന്തുന്നത്? കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവളുടെ മുഖം വല്ലാതെ ചുമന്നിരുന്നു. തീയിൽ കത്തുന്നതുപോലെ അവൾക്ക് തോന്നി. പതുക്കെ പതുക്കെ ഗീതയുടെ മുഖം വീങ്ങാൻ തുടങ്ങി. പിന്നെ അതിൽ പൊള്ളൽ വന്നു. അവൾ വേദന സഹിക്കാനാവാതെ നിലവിളിച്ചു, എനിക്ക് എന്താണ് പറ്റുന്നത്? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവൾ നിലവിളിക്കുന്നത് കേട്ടിട്ട് സീത മുറിയിലേക്ക് വന്നു. അവൾ ഗീതയെ നോക്കി. പക്ഷെ ഇപ്പോൾ അവളെ തിരിച്ചറിയാൻ പറ്റില്ല. ഗീതയുടെ മുഖം ഭയങ്കരമായും വികാരമായും മാറി. ഗീത, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നിന്റെ മുഖത്തിന് എന്താ പറ്റിയേ? ഒന്നുമില്ല, നീ ഇവിടുന്ന് പോ. സീത ഗീതയുടെ അവസ്ഥ കണ്ട് പേടിച്ചുപോയി. ഗീതയുടെ മുഖത്തിന് എന്തു പറ്റിയെന്ന് അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഭംഗിയുടെ മത്സരത്തിനായ ആ ദിവസവും വന്നെത്തി. ഗീത ചുവന്ന മുളക് മാസ്ക് ഇട്ടതുകൊണ്ട് അവൾക്ക് എന്തു സംഭവിച്ചോ
അത് കാരണം അവളുടെ മുഖം വികാരമായി. പക്ഷെ തന്റെ അഹങ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ ആരോടും സത്യം തുറന്നു പറഞ്ഞില്ല. അവൾ തുണി കൊണ്ട് തന്റെ മുഖം മൂടി ആ മത്സരത്തിൽ മത്സരിച്ചു. ഗീത, നീ ഓക്കെ അല്ലേ? എന്തിനാ നിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നീ നിന്റെ പണി നോക്ക്. മത്സരം ആരംഭിച്ചു. എല്ലാ മത്സരാർത്ഥികളും ആത്മവിശ്വാസത്തോടെ അവരവരുടെ രൂപവും ഭംഗിയും പ്രദർശിപ്പിച്ചു. ഗീതയുടെ ടേൺ വന്നപ്പോൾ അവൾ പേടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് പോയി. ഞാൻ ഈ മാസ്ക് എടുക്കുന്നതല്ല, എല്ലാം ശരിയാകും. പക്ഷേ രാജേഷ് കുമാർ ആ തുണിയെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ ഗീത വളരെ പേടിയോടെ തന്റെ തുണി എടുത്തു മാറ്റി. ജനങ്ങളൊക്കെ അവളുടെ മുഖം കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഇതെന്താ കളിയാണ്? സൗന്ദര്യ മത്സരത്തില് ഈ മുഖം കൊണ്ടാണ് വന്നത്? ഗീതയുടെ ആത്മവിശ്വാസം തവിട് പൊടിയായി. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. അവൾ സീതയോട് പറഞ്ഞതെല്ലാം തന്നെ അവൾക്ക് ഓർമ്മ വന്നു. മത്സരത്തിന്റെ റൂൾസ് പ്രകാരം അവളുടെ പേര് അതിൽ നിന്നും നീക്കം ചെയ്തു. ഗീതയുടെ അവസ്ഥ കണ്ടിട്ട് സീതയ്ക്ക് വല്ലാതെ വിഷമമായി. അവൾ സ്റ്റേജിലേക്ക് ചെന്നു. നിങ്ങൾ എന്റെ അനിയത്തിയെ ഈ മത്സരത്തിൽ നിന്നും നീക്കിയാൽ ഞാനും ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്. സീത, നീ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ നിന്നെ തോൽപ്പിക്കാനല്ലേ എല്ലാം ചെയ്യണമെന്ന് കരുതിയത്. നീ എന്റെ അനിയത്തിയാണ് ഗീതേ. വിജയത്തിനേക്കാളും നമ്മുടെ ബന്ധം മികച്ചതാണ്. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. അതിനുശേഷം ഗീത സീതയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. അവൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന ആലോചന പറഞ്ഞു. ഗീത തന്റെ തെറ്റ് മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ സീതയുടെ സഹായം കൊണ്ട് ഒരു നല്ല ഡോക്ടറെ സമീപിച്ചു. പതുക്കെ പതുക്കെ അവളുടെ മുഖം ശരിയായി. അവസാനം ഗീതയും സീതയും അവരുടെ തെറ്റുകളൊക്കെ മറന്ന് ഒന്നിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഈ കഥയുടെ പാഠം എന്താണെന്നാൽ അഹങ്കാരവും അസൂയയും ഒരു മനുഷ്യനെ മുഴുവനായി നശിപ്പിക്കും. പക്ഷേ കുടുംബവും യഥാർത്ഥ സ്നേഹവും എല്ലാ വേദനയ്ക്കുമുള്ള മരുന്നാണ്.